ചൂരൽമല സ്കൂൾ റോഡിലെ പുതിയ വീട്ടിൽ ശ്രുതിയുടെ അച്ഛൻ ശിവണ്ണൻ, അമ്മ സബിത, അനിയത്തി ശ്രേയ എന്നിവരെയാണ് മലവെള്ളം കൊണ്ടുപോയത്. ശ്രേയയുടെ മൃതശരീരം മാത്രം തിരിച്ചു കിട്ടി. ഉരുൾപൊട്ടൽ ജീവിതത്തിൽ നിന്ന് പ്രിയപ്പെട്ട കുടുംബത്തെ തട്ടിയെടുത്ത ശ്രുതിക്ക് താങ്ങായി ജൻസൺ മാത്രമാണ് ഇനിയുള്ളത്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതത്തെ അതിജീവിച്ച സ്നേഹത്തിന്റെ ഒരപൂർവ മാതൃകയാവുകയാണ് ശ്രുതിയും ജൻസനും. ഒരു മാസം മുൻപാണ് അമ്പലവയൽ സ്വദേശിയായ ജൻസനുമായി ചൂരൽമല സ്വദേശിനി ശ്രുതിയുടെ വിവാഹ നിശ്ചയം നടന്നത്. ശ്രുതിയുടെ പുതിയ വീടിന്റെ പാലുകാച്ചലും വിവാഹ നിശ്ചയവും ഒന്നിച്ചായിരുന്നു നടത്തിയത്. പക്ഷേ മഹാദുരന്തത്തിൽ ശ്രുതി മാത്രം ആ വീട്ടിൽ തനിച്ചായി. അച്ഛനും അനിയത്തിയും അമ്മയും എല്ലാവരും ഉരുൾപൊട്ടലിൽ നഷ്ടമാവുകയും ചെയ്തു. എല്ലാം നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഇപ്പോൾ ശ്രുതി കഴിയുന്നത്. ശ്രുതിക്കൊപ്പം എല്ലാം എപ്പോഴും കൂടെയുണ്ടെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ജൻസൺ. ആ കൈ പിടിച്ച് പതിയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരികയാണ് ജൻസൺ ചെയ്യുന്നത്. അന്ന് ഒരു ബന്ധു വീട്ടിലായതിനാൽ മാത്രമാണ് ഉരുൾപൊട്ടലിൽ നിന്ന് ശ്രുതി രക്ഷപ്പെട്ടത്. ശ്രുതിയുടെ വിവാഹം ഡിസംബറിൽ നടത്താനാണ് നിശ്ചയിച്ചിരുന്നത്. അതിനുവേണ്ടി 4.5 ലക്ഷം രൂപയും 15 പവനും സ്വരുക്കൂട്ടി വെച്ചിരുന്നു. അതും മണ്ണിലെവിടെയോ പോയി. 10 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ശ്രുതിയും ജൻസനും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചത്. പക്ഷേ അപ്രതീക്ഷിതമായി മലവെള്ളം പ്രിയപ്പെട്ടവരെ കൊണ്ടുപോയപ്പോൾ നിരാശയുടെ ഇരുട്ടിലേക്ക് ശ്രുതിയെ വിട്ടുകൊടുക്കാൻ ജൻസന് ആകുമായിരുന്നില്ല. മേപ്പാടിയിലെ ക്യാമ്പിൽ ശ്രുതിക്ക് നിഴലായി ജൻസൺ എപ്പോഴുമുണ്ട്. വീടിരുന്ന ഭാഗത്ത് ഒരു വലിയ കല്ല് മാത്രം അവശേഷിച്ചു. കൂലിപ്പണിക്കാരനായിരുന്ന പിതാവിൻ്റെയും സെയിൽസ് വുമണായിരുന്ന അമ്മയുടെയും ബിരുദ വിദ്യാർത്ഥിയായിരുന്ന അനിയത്തിയുടെയും എല്ലാം ആഗ്രഹമായിരുന്നു തൻ്റെ കല്യാണം. അവർ ഇന്ന് ശ്രുതിക്കൊപ്പമില്ല. ഓർമ്മയിൽ നിന്നും പെറുക്കിയെടുക്കാൻ പോലും വീടിരുന്ന സ്ഥലത്ത് അതുപോലും അവശേഷിച്ചിട്ടില്ല. ഉറ്റവർ ഒഴുകിപ്പോയതിൻ്റെ ഓർമ്മ ശ്രുതിയെ വിടാതെ പിന്തുടരുന്നുണ്ട്. മോശം സ്വപ്നങ്ങൾ കണ്ട് ഉണരാത്ത രാത്രികളില്ല. ദേഹമാസകലം ചെളി വന്ന് പൊതിയുന്നതാണ് ഞെട്ടിക്കുന്ന സ്വപ്നങ്ങളിൽ ഏറെയും. ജൻസൺ ഒപ്പമുള്ളപ്പോൾ സമാധാനം തോന്നുന്നുവെന്ന് ശ്രുതിയും പറയുന്നുണ്ട്. ഒറ്റയ്ക്കാക്കി പോയില്ലല്ലോ എന്ന ആശ്വാസം. ഏത് സമയവും പെണ്ണിനൊപ്പം നടക്കാൻ നാണമില്ലേ എന്ന് ആളുകൾ ചോദിക്കുമ്പോഴും ശ്രുതിയെ ഒറ്റയ്ക്കാക്കാൻ ജൻസനും മനസ്സില്ല. ശ്രുതിക്കായിട്ട് ഒരു വീട് എന്ന സ്വപ്നം മനസ്സിലുണ്ടെന്ന് ഈ യുവാവും പറയുന്നുണ്ട്. അതേസമയം ദുരന്തത്തിൽ ഇനി കണ്ടെടുക്കാനുള്ളത് 119 പേരെ എന്നാണ് ഔദ്യോഗിക കണക്കുകൾ. DNA ഫലം കിട്ടിയതോടെയാണ് കാണാതായവരെ സംബന്ധിച്ച കണക്കുകളിൽ വ്യക്തത വന്നിരിക്കുന്നത്. സർക്കാർ കണക്കുകൾ പ്രകാരം കാണാതായവരുടെ പട്ടികയിൽ നേരത്തെ 128 പേരാണ് ഉണ്ടായിരുന്നത്. DNA പരിശോധനയിലൂടെ മൃതദേഹം തിരിച്ചറിയുന്നതിനൊപ്പം കാണാതായവരുടെ പട്ടിക പുതുക്കാനാകുമെന്നും അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഓഗസ്റ്റ് 14 വരെ 401 DNA പരിശോധനകളാണ് നടന്നത്. കൂടുതൽ അഴുകിയ ശരീരഭാഗങ്ങളുടെ DNA പരിശോധനാ ഫലങ്ങൾ ലഭിക്കാൻ വൈകിയിരുന്നു. ബന്ധുക്കളുടെ DNAയുമായി ഒത്തുനോക്കിയാണ് നിലവിൽ ആളുകളെ തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നത്.